ഈ 7 വർണ്ണങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് നടത്തുന്നതെല്ലാം. ഈ 7 വർണ്ണങ്ങളാണ് അടിസ്ഥാനം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മൂലസ്ഥാനം ഈ സൂര്യപ്രകാശമാണ്, സൂര്യരശ്മിയാണ്. അതുകൊണ്ട് ജ്യോതിശാസ്ത്രത്തിൽ ആചാര്യവചനത്തിൽ ദിവാകരനെ ആദ്യമേ വന്ദിക്കാം, അതായത് സൂര്യനെ ആദ്യമേ വന്ദിക്കാം. ഭാരതീയ ആചാരത്തിൻ്റെ ഒരു സ്വഭാവത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ദിനചര്യയുടെ ആദ്യം സ്നാനത്തോടൊപ്പം സൂര്യവന്ദനമാണ്. അപ്പൊ ഇതെല്ലാം ഒരു വൈദിക തലത്തിൽ മനുഷ്യന്റെ കുലത്തിന് ആരോഗ്യപരമായും ആയുർപരമായും സൗഖ്യമായിട്ടും മനപരമായിട്ടും, മനസ്സ് വൈകാരികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ, ഇതെല്ലാം സൗഖ്യ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ശാഖ കണ്ടെത്തിയതാണ്, അല്ലെ ഉള്ളതിനെ നമ്മളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഇത്രമാത്രം പ്രയോറിറ്റി ഉള്ള വെളിച്ചത്തെ പഠിച്ചുകൊണ്ട്, അല്ലെ ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകതകളെ കൊണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഈ പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെയും അനാലിസിസ് അതിലൂടെ നടത്താൻ കഴിയുമെന്നുള്ളതാണ് വ്യക്തം. അങ്ങനെ പറയുമ്പോൾ സാറിന് കഴിയത്തില്ല. തിരിച്ചു ചോദിക്കാം, ആൽബർട്ട് ഐൻസ്റ്റീന് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം വീണ്ടും അത് ഇന്നും ബാക്കിയുള്ളവർ കൊണ്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞോ? അപ്പൊ ഇതെല്ലാം വ്യത്യസ്തമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി കുറച്ച് മാറുന്നത് ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണത്തിന്റെ മുന്നിലാണ്. ഈ ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ജ്യോതിഷത്തിനകത്ത് ചില അപവാദങ്ങളുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.